ഇവിടം സ്വർഗമാണ്. സൂര്യൻ ഉദിക്കാറുമുണ്ട്, അസ്തമിക്കാറുമുണ്ട്. എന്നാൽ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നാറുണ്ട്, എല്ലാവരും വല്ലപ്പോഴൊക്കെ ഒരു സൺറൈസോ സൺസെറ്റോ ഒക്കെ കണ്ട ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന്. ഇത് ഞാൻ പറഞ്ഞല്ലാന്നറിയാലോ. എന്തായാലും കാര്യം ശരിയാ. ട്രിവാൻഡ്രത്തെ ഒരു ബ്യൂട്ടിഫുൾ ബീച്ചിലാണ് ഞാനീ നിൽക്കുന്നത്. ഈവനിങ് ടൈമിലും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും ഒക്കെ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു കിടിലം സ്പോട്ട്. ഇത് ട്രിവാൻഡ്രം ആണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. ആരും വരാത്തൊരു ബീച്ചായിരുന്നു ഇത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഇന്ന് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചായി മാറിക്കൊണ്ടിരിക്കുന്നു ട്രിവാൻഡ്രം സെൻറ് ആൻഡ്രൂസ് ബീച്ച്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ബീച്ചാണ് സെൻറ് ആൻഡ്രൂസ്. ഇതുപോലെ നിങ്ങൾക്കും കുളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. പക്ഷേ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ഇറങ്ങുക. കാരണം ഇവിടെ ലൈഫ് ഗാർഡ്സ് ഒന്നും തന്നെ ഇല്ല. സോ സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഏകദേശം 3 മണിയോടുകൂടി ഞാൻ ബീച്ചിലെത്തി. ഒന്ന് നടക്കാമെന്ന് കരുതി ക്യാമറ എടുത്തിറങ്ങി. വന്ന സമയത്ത് അങ്ങനെ തിരക്കുള്ളതായി ഒന്നും തോന്നിയില്ല. പക്ഷേ ഒരു 4 മണി ആയപ്പോഴേക്കും ഒരുപാട് പേര് വന്നു തുടങ്ങി. നടന്ന് കുറച്ചധികം ദൂരം പോയി. വന്നിറങ്ങുന്ന സ്പോട്ടിൽ നിന്നും കുറച്ച് മാറി കുറച്ച് ബോട്ടുകൾ കാണാം. ടൈം പോകുന്തോറും ബീച്ചിൻ്റെ ഭംഗി കൂടിക്കൂടി വന്നു. നടന്ന് ഞാൻ എത്തിയത് ജീഫാം എന്ന ഒരു ഹോഴ്സ് റൈഡിംഗ് അക്കാഡമിയിലാണ്. ഇവിടെ നമുക്ക് ഹോഴ്സ് റൈഡിംഗ് പഠിക്കാം കേട്ടോ. ബീച്ചിന് തൊട്ടടുത്തായി ഒരു അടിപൊളി റിസോർട്ടും ഉണ്ട്. എന്തായാലും ഇവിടെ വന്ന സമയം പോകുന്നതേ അറിയില്ല. ആൾ കൂടി തുടങ്ങിയപ്പോഴേ കടകളെല്ലാം തുറന്ന് അന്നത്തെ കച്ചവടത്തിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ഇവിടെ തിരക്കുണ്ടോ കേട്ടോ? 7 മണിക്ക് ശേഷം അറിയാൻ പറ്റുള്ളൂ അല്ലേ? എൻ്റെ സ്ഥലം അടുത്ത് തന്നെ, പോത്തങ്കോട്. പിന്നെ ഞാൻ കുറെ തവണ വന്നിട്ടുണ്ട്. ഇപ്പോഴല്ലേ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ? ഒരുപാട് മാറ്റങ്ങളായി. 5 വർഷം കൊണ്ട് പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. അത് ശരി. സ്ഥിരം കച്ചവടം. ചേട്ടാ ഇവിടെ എത്ര നാളായി? ഞാൻ ഇവിടെ അളിയൻ. ഞാൻ ഇപ്പൊ 1 മാസം അടുപ്പിച്ചാവാൻ പോണേ. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. സാറ്റർഡേ സൺഡേ ആണോ കൂടുതലും? ശനി ഞായറാണ് കൂടുതലല്ലേ? ഞാൻ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ നിന്നു. അപ്പോഴാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ചേട്ടാ വീഡിയോ എടുത്തു തരുമോ? ഞാൻ വീഡിയോ എടുത്തു കൊടുത്തു. ശരിക്കും എനിക്കെൻ്റെ കോളേജ് ടൈമും സ്കൂൾ ടൈമും എല്ലാം ഓർമ്മ വന്നു കേട്ടോ. അവർ ഹോളി ആഘോഷിക്കാൻ വന്നതാണ്. എന്തായാലും അവരെ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. നല്ല ചായയും കടിയും കിട്ടുന്ന ടീ സ്റ്റോളും നല്ല ആംബിയൻസ് തരുന്ന കഫേസും ഇവിടെയുണ്ട്. ഈവനിങ് ടൈം ഇവിടെ വന്ന് നല്ല കോഫിയോ ചായയോ കുടിച്ച് സൺസെറ്റൊക്കെ കാണാൻ എന്ത് രസമാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. മാത്രമല്ല മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും. മെയിനായിട്ട് 2 കഫേസാണ് ഇവിടെ ഉള്ളത്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. വെറുതെ ബീച്ച് കാണാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസും ഇവിടെ കാണാൻ സാധിക്കും.
അങ്ങനെ കഫേയിൽ നിന്ന് ഒരു കോഫി കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് നോമ്പ് മുറിക്കാനായിട്ട് കുറേ പിള്ളേർ ഫുഡൊക്കെ നിരത്തി വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത്. ആ ഈവനിങ് ടൈം ഇത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലം അവർ ചൂസ് ചെയ്തപ്പോൾ ശരിക്കും അതൊരു മെമ്മറിയായി മാറി. അതെൻ്റെ ക്യാമറയിൽ പകർത്തണം എന്നെനിക്ക് തോന്നി. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അവരോടൊപ്പം ഞാനും കൂടി കേട്ടോ. ബാങ്കിന് ശേഷം നോമ്പ് മുറിച്ചു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അവസാനം അവരോട് യാത്ര പറഞ്ഞ് ഞാൻ ഒന്നുകൂടി ബീച്ച് കാണാൻ പോയി. തിരക്കേറിയ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ഇവിടെ വന്നാൽ നല്ലൊരു ഈവനിങ് ടൈം നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. മനോഹരമായ ഈവനിങ് കുറച്ച് കൂട്ടുകാർ ചേർന്ന് മെമ്മറബിളാക്കി. അപ്പോൾ ഫ്രീ ആകുമ്പോൾ സെൻറ് ആൻഡ്രൂസ് ബീച്ചിലേക്ക് പോരെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.